നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും സത്യത്തിനായുള്ള ദാഹം എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്നാനത്തെ പറ്റിയാണ്. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് റവറൻ ബാബു വാഴയിലാണ്. പാസ്റ്ററിനെ ഹാർദവമായി സ്വാഗതം ചെയ്യും. പാസ്റ്റർ, ആദ്യമായി സ്നാനത്തെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം പ്രകാരമാണ്, എന്താണ് സ്നാനം? അല്ലെങ്കിൽ വാട്ട് ഈസ് ബാപ്റ്റിസം? What is baptism? ബാപ്റ്റിസം കർത്താവ് തന്നിട്ട് പോയ കൽപ്പനയാണ്. അത് let's look at back all the way 2000 years ago. What is that word means to us? In Greek, it is called baptizo. That means dip or submerge or immersion. അതായത് മുക്കുക, താക്കുക, താഴുക. കംപ്ലീറ്റ് ഇമേഴ്ഷനാണ് കർത്താവ് ഇതിനെ പറ്റി ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ ഇത് ഏകദേശം 22 സ്ഥലത്ത് ബാപ്റ്റിസത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. That is so important to understand. So it's unavoidable. ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കൽപ്പനയാണ് കർത്താവിൻ്റെ. അപ്പോൾ സ്നാനത്തെ പറ്റി പാസ്റ്റർ പറയുന്നത് യേശുവിന്റെ കൽപ്പനയാണ്, അത് ജലത്തിൽ മുങ്ങി കഴിക്കേണ്ട ഒരു ക്രിയയാണ്. തീർച്ചയായിട്ടും. കാര്യം ജസ്റ്റ് സ്പ്രിങ്കിൾ ഈസ് നോട്ട് കർത്താവ് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യാണ് കർത്താവ് പറയുന്നത്. അതായത് പാപിയായിരുന്ന ഒരു മനുഷ്യൻ, പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ സ്വീകരിച്ച് റിപ്പൻറ്റൻസ് കൂടി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവൻ സ്നാനമെടുക്കുന്നുണ്ടെ അവൻ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് മാറുന്നത്. അതായത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് ആ മനുഷ്യനുണ്ടാകുന്നത്. That has a new power come with it. A new experience comes with it. A new mindset come with it. So അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുങ്ങിക്കഴിഞ്ഞ ഒരു മനുഷ്യൻ അവൻ മേളി വരുമ്പോൾ ഒരു റിസറക്റ്റഡ് പവറുമായിട്ടാണ് അവ വരുന്നത്. അവൻ്റെ പോക്കിലും നാക്കിലും നടപ്പിലും എല്ലാം ഒരു വ്യത്യാസം കാണും. അതാണ് വാട്ടർ ബാപ്റ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പർപ്പസ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബാപ്റ്റിസം? എന്തിനാണ് സ്നാനം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഒരാൾ ചോദിച്ചാൽ എപ്രകാരം മറുപടി പറയുകയാണ്? തീർച്ചയായിട്ടും പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവൻ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ he got convicted that I was a sinner. ഞാനൊരു പാപിയായിരുന്നു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ എക്സ്പീരിയൻസ് അവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ഈ ബാപ്റ്റിസത്തിൽ കൂടെ അവനെ തന്നെ വെള്ളത്തിനടിയിൽ കംപ്ലീറ്റ് മുങ്ങി വെളിയിൽ വരുന്നുണ്ടേ ആ മനുഷ്യനൊരു പുതിയ വ്യക്തിയായിട്ടാണ് മാറുന്നത്. തന്നെയല്ല, എന്തിനാ നമ്മൾ പബ്ലിക്കായിട്ട് ഇത് ചെയ്യുന്നത്? മറ്റുള്ളവർ മുമ്പിൽ അവരൊരു വിറ്റ്നസ് ആയിട്ട് മാറുന്നു, ഒരു ടെസ്റ്റിമോണി ആയിട്ട് മാറുന്നു. അവിടെ മുതലാണ് അവൻ്റെ ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് കർത്താവ് ആ എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു ചോദ്യം, അപ്പം ഈ സ്നാനം എന്നുള്ളതിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണോ
രക്ഷ പ്രാപിക്കുക അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ആദ്യ പടിയായിട്ടാണോ പാസ്റ്റർ അതിനെ കാണുന്നത്? അല്ല, ആദ്യം വചനം കേൾക്കണം. അപ്പം വചനം കേട്ട് കഴിയുന്ന ഉടനെ he has convicted by the Holy Spirit. ആ കൺവിക്ഷൻ വരുന്നോടനെ repentance will start taking place. When repentance is there, then he will looking for what is the next step I have to accept. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എൻ്റെ ജീവിതത്തിൽ? അതാണ് വാട്ടർ ബാപ്റ്റിസം. അതായത് ഞാൻ പഴയ പാപിയായിരുന്ന മനുഷ്യൻ, ഞാൻ മുങ്ങിക്കഴിഞ്ഞ് വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞിട്ട് വെളി വരുന്നുണ്ട് ഒരു റിസറക്റ്റഡ് എക്സ്പീരിയൻസ് മാതിരി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടും. അപ്പം ഞാനൊരു ന്യൂ ക്രിയേഷനായിട്ട് മാറും. ന്യൂ ക്രിയേഷനുമായിട്ട് മാറുന്നത് മാത്രമല്ല, ഞാനൊരു പുതിയ വ്യക്തി. പബ്ലിക് നോക്കിയാലും പഴയ രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയായിട്ടല്ല അവരെന്നെ കാണുന്നത്. എന്തോ സംഭവിച്ചല്ലോ ഈ മനുഷ്യന്, എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. പുള്ളിക്കാരൻ്റെ നോട്ടത്തിലും സംസാരം കൂടെ വ്യത്യാസമായി പോയില്ല കർത്താവിനെ അംഗീകരിച്ച് കഴിഞ്ഞ ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞപ്പോൾ. അതാണ് നമ്മൾ കാണുന്ന ഒരു ബാപ്റ്റിസം എടുത്ത് ദൈവത്തിൻ്റെ ഒരു പൈതലായിട്ട് മാറിയ ഒരു വ്യക്തിക്ക്. അപ്പോൾ ആദ്യം വചനം കേൾക്കുക, ആ വചനം വിശ്വസിക്കുക, അതിലൂടെ യേശുവിനെ കർത്താവായും രക്ഷിതാവുമായി സ്വീകരിക്കുക. അതിനുശേഷം അവൻ ചെയ്യുന്ന അടുത്ത ഒരു സ്റ്റെപ്പാണ് സ്നാനം എന്ന് പറയുന്നത്. Absolutely, because it is the part of God's divine plan. ദൈവത്തിൻ്റെ പ്ലാൻ ആണ് ഇതെല്ലാം. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് എന്നിട്ടങ്ങ് വീട്ടിൽ പോയാൽ പറ്റത്തില്ല. അക്സെപ്റ്റഡ് ക്രൈസ്റ്റ്, now he has a repentance. He want to have a new life. ആ ന്യൂ ലൈഫ് അവൻ്റെ ഹൃദയത്തിൽ തോന്നി നമ്മൾ ഞാൻ നല്ലവണ്ണോ ജീവിക്കാൻ പോകുന്ന അവൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും പബ്ലിക്കിൽ അത് അക്നോളജ് ചെയ്യുമ്പോൾ that has a power there to lift him up to another dimension. പാസ്റ്ററിന്റെ ബൈബിളിലൂടെ വാക്യങ്ങൾ വെച്ചും ഉദാഹരണ സഹിതവുമായി നമ്മുടെ ഓഡിയൻസിന് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചതിനെ പറ്റി പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും. റോമൻസ് 6:1-5 വരെ ഉള്ള കാര്യം ഈ വിഷയത്തെ പറ്റി വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The spiritual significance of baptism. അതായത് ആത്മീയ അർത്ഥം ഒരു സ്നാനപ്പെടുന്ന ഒരാളുണ്ട്. അതിൻ്റെ അകത്ത് ആത്മീയമായിട്ട് അവൻ എന്തുവാണ് അതിനകത്ത് ഗെയിൻ ചെയ്യുന്നത്, അതിനകത്ത് അവൻ്റെ ലൈഫിൽ അതൊരു ആപ്ലിക്കേഷൻ ആക്കുന്നത്. കർത്താവിൽ മരിച്ചു, കർത്താവിൽ ഉയർക്കപ്പെട്ടു. കർത്താവിൽ മരിച്ചു, കർത്താവിൽ ഉയർക്കപ്പെട്ടു. സ്നാനത്തിൽ കൂടെ നമ്മൾ അടക്കപ്പെട്ടു, സ്നാനത്തിൽ കൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ടങ്ങ് മാറുകയാണ്. കാര്യം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുന്നുണ്ടേ, ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗാഡ് ഈസ് വിതിൻ യു. ദാറ്റ് ഇറ്റ്സെൽഫ് ആൻ എൻകറേജിങ് എക്സ്പീരിയൻസ്. അത് വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പവറും കൊണ്ടാണ് നമ്മൾ പിന്നെ ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും പിന്നെ ആ മനുഷ്യനെയായി മാറുന്നില്ല. ഞാൻ പഴയ ചിന്താഗതികളെ ആകുന്നില്ല. എനിക്ക് ആ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വന്നു കഴിയുന്നെ എൻ്റെ പ്രശ്നങ്ങൾ കൂടെ വ്യത്യാസം വരാൻ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഫിയർ മാറിക്കഴിഞ്ഞു, എൻ്റെ മനോവേദനകൾ മാറിക്കഴിഞ്ഞു, എൻ്റെ നിരാശകൾ മാറിക്കഴിഞ്ഞു, എൻ്റെ ബ്രോക്കൺനെസ്സിനൊരു വ്യത്യാസം വന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഹോപ്പ്ലെസ്നെസ്സിന് മാറി ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വന്നപ്പോൾ ഞാനൊരു ശക്തിയായിട്ടങ്ങ് മാറുകയാണ്. അപ്പം ഇതിൽ കൂടെ മാത്രമേ നമുക്ക് ലോകത്ത് ഒരു ഹോപ്പ് എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഉള്ളൂ. കർത്താവിൻ്റെ ക്രൂശിച്ച കർത്താവിൻ്റെ ആ ഗോസ്പൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. You become a new creation. Basically, വചനം പറയുന്ന Ephesians 2:10 പറയുന്നു, you become a masterpiece. അതായത് നീ ഒരു കർത്താവിൻ്റെ ഒരു കൈപ്പണിയായിട്ട് മാറുകയാണ്. ഈ കൈപ്പണിക്കും ഒരു ശക്തിയാണ്. ഈ ശക്തിയിലെ കൂടാണ് പിന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോക്കിലും വരവിലും സംസാരത്തിലും എല്ലാം ഒരു ശക്തിയും കൊണ്ടാണ് നമ്മളത്. ആർക്ക് വേണ്ടാത്ത ഈ ശക്തി ലോകത്തിൽ?
ഈ ശക്തിക്ക് വേണ്ടി I was longing for this Shakti. But last 15 years, God touched me, changed me, gave me the direction how to approach it. Psalm 91 says, He who dwell in the secret place of the Most High shall abide under the shadow of the Almighty. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ഒരു ദൈവമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരും. നമുക്ക് മാത്രമല്ല വ്യത്യാസം വരുന്നത്, നമ്മുടെ കൂടുള്ളവർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും എല്ലാം നമ്മളൊരു വ്യത്യാസമായിട്ട് മാറി, ഞാനൊരു ചലഞ്ചായിട്ട് മാറുന്നു. അതാണ് കർത്താവിൽ ആശ്രയിച്ചാലുള്ള ഒരു വലിയ ശക്തിയും ആ ഹോപ്പും. ഇത് വേറെ എവിടെയും നമുക്ക് കിട്ടത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിൽ എവിടെയും പോയി നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാം, ഏത് രീതിയിലുള്ള ട്രിപ്പ് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഈ കർത്താവിനെ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മളിൽ വരുന്ന ആ ചൈതന്യം, that vibrant personality is so contagious that you want to give it to people. Galatians 5:22-23 says, the fruit of the spirit. Fruit of the spirit എന്ന് വെച്ചാൽ ഈ സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതലായിട്ട് നമ്മൾ മാറിക്കഴിയുന്നുണ്ട്. എന്നിൽ ലവ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, gentleness and self-control. ഈ 8 കാര്യം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുമ്പോഴേ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. എന്ത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഭാഷ പറയുമ്പോൾ തന്നെ ഭാഷയുടെ വാക്കുകൾ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതൊരു ഓവർനൈറ്റ് പ്രോസസ് ആണോ? ഇത് നമ്മൾ സ്നാനപ്പെട്ട് നമ്മൾ എഴുന്നേറ്റ് ഉടനെ ഇപ്രകാരം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണോ, അതോ ഇതിലൊരു വലിയൊരു പ്രോസസ് ഇൻവോൾവ് ആണോ? എന്താണ്? ഒരു പൊടി കുഞ്ഞിനെ നമ്മൾ ചിന്തിച്ചാൽ അത് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നടക്കത്തില്ല. അതിന് സമയം പിടിക്കും. അതിന് പാല് കൊടുത്ത്, മുലപ്പാല് കൊടുത്ത്, പിന്നെ കുപ്പിയിൽ പാല് കൊടുത്ത്, ആ കുഞ്ഞ് പിന്നെ കമന്ന് വീണ്, പിന്നെ മുട്ടയിന്ന്. ഇറ്റ്സ് എ പ്രോസസ് ആകും തോറും, ഓരോ ദിവസം കഴിയും തോറും നമ്മൾ സ്ട്രോങ്ങറായിട്ട് വരികയാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ എക്സ്പീരിയൻസ് ബിക്കം എ പവർ സോഴ്സ് ഇൻ മൈ ലൈഫ്. തന്നെയല്ല, ഈ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. നമ്മുടെ വിഷനും നമ്മുടെ പാഷനും നമ്മുടെ പ്രയോറിറ്റിയും എല്ലാം ചേഞ്ചായി സ്ലോ പ്രോസസ്സിൽ കൂടെ ദൈവത്തിൽ നമ്മൾ അനുസരിച്ച്, ദൈവവചനത്തിൽ അനുസരിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഡയറക്ഷനിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകും, ദൈവശക്തി ഉണ്ടാകും. നമ്മൾ ഒരു വേൾഡ് ചേഞ്ചറായിട്ട് മാറുകയാണ്. അതാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ തന്നേക്കുന്ന ഒരു വലിയ ശക്തിയും ദൈവത്തിൻ്റെ സമാധാനവും. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും പലതരം ഉപദേശങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇപ്രകാരം, ഞാൻ കേട്ടത് ഇപ്രകാരമാണ്: സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സ്നാനത്തിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല ഉള്ളൊരു പഠിപ്പീര് അല്ലെങ്കിൽ ഒരു പുതിയ ഉപദേശം നാട്ടിൽ ഇപ്രകാരം കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പ്രശ്നം പറയുവാൻ സാധിക്കുന്നത്? നമുക്ക് അപ്പോസ്തലൻ പോളിന് എന്തോ സംഭവിച്ചെന്ന് നോക്കാം. നമുക്ക് ആക്ട്സ് ചാപ്റ്റർ 9 Paul was on the road to Damascus and he was touched by God and he became blind. I want to make the long story short. ദൈവം ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ പാൾ തറയിൽ വീണു. അവൻ്റെ കണ്ണടഞ്ഞു പോയി, കാണാൻ മേലാതായിപ്പോയി. അവസാനം അനന്യാസിനെ ദൈവം വിട്ടു, കർത്താവ് വിട്ടിട്ട് പറഞ്ഞു അവൻ്റെ തലയിൽ പോയി കൈ തൊടാൻ പറഞ്ഞു. കൈ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കണ്ണിലെ അടഞ്ഞിരുന്ന അതങ്ങ് താഴെ വീണു കഴിഞ്ഞിട്ട് ഹി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആദ്യം ചെയ്തത് പുള്ളി ബാപ്റ്റൈസ് ചെയ്തു, സ്നാനമേറ്റു കഴിഞ്ഞുടൻ തന്നെ. ഇഫ് യു റീഡ് ദാറ്റ്, ഇറ്റ്സ് സെയിങ് ഹി
ate food after that. That means, I believe, if the table is right there, he is telling that, oh, that's the only way you're going to gain strength. The വചനം പറയുന്നത് അത് ഭക്ഷിച്ചു കഴിഞ്ഞ് സ്നാനപ്പെട്ടു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ he gained strength. വളരെ ക്ലിയർ ആയിട്ടാണ് ആ വചനം നമ്മൾ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ ദൈവത്തിൻ്റെ കൽപ്പന ഏത് രീതിയിലാണോ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് പറഞ്ഞാൽ, സ്നാനപ്പെടാതെ ഒരാൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നില്ല. പുതിയ വ്യക്തിയായിട്ട് മാറിയെങ്കിൽ ആ ടേബിളിലും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചില ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിലാണ്, ഞാൻ 12,000 പേരുള്ള ചർച്ചിലാണ്. അവിടെ എല്ലാവരും എടുക്കുന്നുണ്ട്. But is it that right? I'm nobody to tell them right or wrong, but I will tell you what the word of God says. ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു? ഇത് നമ്മൾ സ്നാനപ്പെടാതെ ഒരിക്കലും, അതായത് ബാപ്റ്റിസം എടുക്കാതെ ഒരിക്കലും കമ്മ്യൂണിയൻ സർവീസിൽ പങ്കെടുക്കരുത്. ആദ്യം പറഞ്ഞാൽ ദൈവത്തിന് അല്ലെങ്കിൽ യേശുവിന്റെ ഒരു കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. അപ്പൊ അതൊരു ഓപ്ഷൻ അല്ല. you're right, ഫിനി. അത് ഓപ്ഷനായിട്ട് ആളുകൾ എടുക്കുന്നു. പക്ഷെ വചനത്തിൽ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി, ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. In order to live a faithful life, in order to live a life with victory, in order to live a light of hope, അതായത് വളരെ ചൈതന്യമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ചാനലിൽ കൂടെയും ആ പ്രോസസ്സിൽ കൂടെയും പോയെങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ ഗ്ലോറിയും ദൈവത്തിൻ്റെ പവറും ദൈവത്തിൻ്റെ റെവലേഷനും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. സോ therefore I encourage those who want to have a great life, want to have a different life, want to have a transformed life, I encourage you to accept Christ as your personal Savior. And let God or the Holy Spirit lead you and guide you to take the water baptism, so that your old man will be shied away or disappeared and you become a new creation in Christ. Then you have a purpose-driven life. You become a different purpose, and you have a different plan of God being appointed and assigned in your life. പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് സ്നാനത്തെക്കുറിച്ച് പറയുവാനിടയായി. പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് നമ്മൾ പബ്ലിക്ലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം പബ്ലിക്കിനെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുവാൻ നമ്മൾ സ്നാനപ്പെട്ടതിന് ശേഷം നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ളവരെ കൂടെ ഇമ്പാക്റ്റ് ചെയ്യുവാൻ നമ്മൾ പ്രാപ്തരായി മാറുകയാണ്. അതൊരു വലിയൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ അതിനേബിളാക്കി മാറ്റുകയാണെന്ന് പാസ്റ്റർ പറയുകയുണ്ടായി. വളരെ നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മളിപ്പോൾ സംസാരിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം മുതിർന്ന ആൾക്കാരെ സ്നാനപ്പെടുത്തുക അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ സ്നാനത്തെ പറ്റിയാണ് സംസാരിച്ചത്. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശിശു സ്നാനം അല്ലെങ്കിൽ ഇൻഫന്റ് ബാപ്റ്റിസം. അതിനെക്കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ശിശു സ്നാനം ത്തെക്കുറിച്ച് കൊണ്ട് മറ്റുള്ള വിഭാഗക്കാർ അതിനെക്കുറിച്ച് എന്താണ് അർത്ഥമാക്കുന്നത്? ശരി, അതിനെപ്പറ്റി പറഞ്ഞാൽ വചനത്തിൽ എവിടെയും അതിനൊരു പ്രൂഫില്ല ശിശു സ്നാനത്തെ പറ്റി. അതായത് ആക്ട്സ് ചാപ്റ്റർ 8:26-40, if we could read it, I have no time to read that. There is a story there is very clearly. There is a very highly powered official. He came to Jerusalem for worship. After his worship, he was on the way to Gaza. While he is going to Gaza, the Holy Spirit told Philip, follow that man or go with that man. So while Philip was going towards the chariot, Philip saw the man sitting in the chariot, which is official. It's called the Shannan in Malayalam, Enoch is in English word.
And he saw he's reading the Word of God. Word of God from the book of Isaiah 53, 7 to 9. And it's all talking about the gospel. കർത്താവിൻ്റെ മരണത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോഴേ ഫിലിപ്പ് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴേ ഈ ഒഫീഷ്യൽ പറയും, എനിക്കൊന്നും മനസ്സിലായി. ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു തരാതെ എങ്ങനെ ഞാൻ മനസ്സിലാക്കും? അതായത് gospel has to be preached to somebody for them to understand and to make a decision for the baptism. Therefore, ഈ മനുഷ്യന് പറഞ്ഞു കൊടുത്തു ഫിലിപ്പ് എന്തുവാ ചെയ്യേണ്ടത്, എന്തുവാണ് ഗാസ്പൽ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വചനത്തിൽ പറയുന്നുണ്ട്, ലുക്ക് there is water. അതായത് ഈ ഗോസ്പലിൽ ഫിലിപ്പ് പറഞ്ഞു കൊടുത്തപ്പോഴെല്ലാം ഫിലിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒഫീഷ്യലിന് സ്നാനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽസ് എങ്ങനെ മനസ്സിലായി ഇതാ വെള്ളം കിടക്കുന്നു, എന്നെ ഇവിടെ സ്നാനപ്പെടുത്തണമെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറഞ്ഞു? അത് വളരെ ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോഴ് ഫിലിപ്പ് പറയും, നീ വിശ്വസിക്കുന്നുണ്ടോ, നീ പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇൻ ദ ആംപ്ലിഫൈഡ് വേർഷനിൽ. അപ്പോൾ പറഞ്ഞു യെസ്. അപ്പം ഒരു പൊടി കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പൊടി കുഞ്ഞിനൊന്നും അറിയത്തില്ല. വളരെ ക്ലിയർ ആണ് ഇത്, വചനം വളരെ ക്ലിയർ ആണ്. ആക്ട്സ് ചാപ്റ്റർ 8:26-40. If you have time, you please read. അതിനകത്ത് പറയുന്നത് ഡു യു ബിലീവ്, അതായത് നീ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് സ്നാനം എടുക്കാൻ പറ്റത്തില്ലെന്നാണ്. ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട് നിനക്ക് ഞാൻ സ്പ്രിങ്കിൾ ചെയ്യാൻ പോവാണ്, അത് നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന് എന്തോ അറിയാൻ പറ്റും. സോ therefore അത് തന്നെ മാത്രമല്ല, അവിടെ തന്നെ വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു പ്രായമായ വ്യക്തിക്ക് മനസ്സിലാകും എത്രമാത്രം പാപിയായിരുന്നുവെന്നത്. ഒരു പൊടി കുഞ്ഞ്, ഓഫ് കോഴ്സ് വി ഓൾ ബോൺ ആൻഡ് ബോട്ട് അപ്പ് from Adam and Eve. I understand it. We all fall short of the glory. We all fall. We were sinners. I agree. The little child also a sinner. I agree with that. But sprinkling that is not going to give him any changes in his life because you don't know. So I pray that people understand only a teen and up age will understand what is a sin and not to be sin. അതാ പാസ്റ്റർ ആദ്യം പറഞ്ഞതിൽ അത് ഉൾപ്പെടുത്തിയായിരുന്നു. കാരണം വചനം കേട്ട് കഴിഞ്ഞിട്ടാണ് വിശ്വാസം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നാം യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നത്. അതെ. സോ അതുകൊണ്ട് ഈ ഫിലിപ്പ് ചോദിച്ചു ഡു യു ബിലീവ്? അപ്പോഴ് ഈ ഷണ്ണം പറഞ്ഞു യെസ് ഐ ബിലീവ്. അപ്പൊ അവിടെ രണ്ട് കാര്യം വരുന്നുണ്ട് ഫിന്നി. ഒന്ന് ബിലീവ് ദെൻ ഒബീഡിയൻസ്. ടു തിങ്സ്. ഇത് രണ്ടും ഒരു പൊടി കുഞ്ഞിന് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, പൊടി കുഞ്ഞിനെ they could do what the fathers and the mothers is doing. I have no problem blessing the child. Blessing the child, I put your hands on his head, on her head, bless the child to be the best in the world. Oh Father, I pray that you bless the baby so that he grow in your reverence, in your fear. I am okay with that. But water baptism has to believe, hear the word of God, then believe and be obedient to take the water baptism. So what happened here, let me close the story there. Philip told him, Shannon told him, hey, here is the water. Look, there is water. Give me the baptism. So udan thanne Philip appulikkarana snanam kodu. Adi pinne Philipine kanditilla. This man, the Shannon, he went straight to Gaza with joy. അതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഫിലിപ്പിനെ അവിടെ വിട്ടത്, ഈ ഡെസേർട്ട് റോഡിൽ വിട്ടേക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് ദ വാട്ടർ ബാപ്റ്റിസം. സോ ദാറ്റ് പ്ലാൻ ഈസ് ദ ബിഗർ പ്ലാൻ ഓഫ് ഗാഡ്സ് ഡിവൈൻ ഡിസൈൻ, ദ വാട്ടർ ബാപ്റ്റിസം. So I pray that people will understand that baptism must be done when they
when they become understand what the right and wrong, so that they know I'm a new creation in Christ. അതെ, പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞു ന്യൂ ക്രിയേഷൻ അഥവാ പുതിയ സൃഷ്ടി. Yes. അപ്പോൾ ഒരാൾ പറയുക ഞാൻ ബോൺ അഗെയിൻ അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച, അതെ. എങ്ങനെ നമുക്ക് ഒരാളെ വിലയിരുത്താൻ അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കും ഈ ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു വ്യക്തി യഥാർത്ഥമായും സത്യമായും ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ഒരു വ്യക്തിത്വമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? അതായത് ഒരു മനുഷ്യനെ കാണുമ്പോഴേ നമുക്കറിയാം ഹീസ് എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. ഹൗ ഹിസ് ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ രീതികൾക്കും എല്ലാം വ്യത്യാസം വന്നു കഴിഞ്ഞു. അതായത് ഒരു ജോലിയിൽ പോകുന്ന ഒരു മനുഷ്യൻ, അവനോട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവൻ്റെ ലാംഗ്വേജ് ഒക്കെ വളരെ ബാഡ് ആയിരുന്നു ഫ്രം ദ വെരി ബിഗിനിങ്, റൈറ്റ്? Once he heard the word of God, the gospel, then when he had the conviction about his past, his vocabulary or his mind or his lifestyle, അവനൊരു വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ വ്യത്യാസം കാണിച്ചു വെക്കുന്ന എവിടെയാണ്? ത്രൂ ദ വാട്ടർ ബാപ്റ്റിസം ആൾസോ. അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. അപ്പം പബ്ലിക്കിൽ പിന്നെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ക്യാരക്ടറാണ്. അതായത് ഈ മനുഷ്യൻ ജോലിക്ക് പോകുന്നുണ്ടെ പഴയ വ്യക്തിയല്ലെന്ന് ആളുകൾക്ക് തന്നെ ഒരു വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞു. കാര്യം എന്താ? ഇവൻ്റെ സംസാരത്തിന് വ്യത്യാസം വന്നു, ഇവൻ്റെ നടത്തയ്ക്ക് വ്യത്യാസം വന്നു, ഇവൻ്റെ നോട്ടത്ത് വ്യത്യാസം വന്നു, ഇവൻ്റെ ലാംഗ്വേജിൻ്റെ വ്യത്യാസം, എല്ലാത്തിലും ഒരു പുതിയ വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ആ മനുഷ്യനിൽ. ത്രൂ ദ വാട്ടർ ബാപ്റ്റിസം, ത്രൂ ദ കൺവിക്ഷൻ, ത്രൂ ദ forgiveness of sin, through the repentance in God. So that person become a powerful disciple of God to change the world. അവനൊരു ഡിസൈപ്പിളായിട്ട് മാറി. അവൻ പിന്നെ വേറൊരാളെ ഡിസൈപ്പിൾ ആക്കാൻ, പിന്നെ അവനെ കൂടെയാണ് ഗോസ്പൽ മറ്റുള്ളവർ കേൾക്കേണ്ടത്. അങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് മാത്യു ചാപ്റ്റർ 28 പറഞ്ഞിരിക്കുന്നത്, ഗോ and preach the gospel and baptize, because I'm giving you the power, authority to do what you have supposed to do, and you are the kingdom builder. And every person who took the water baptism, he is going to be the light of the world, and he is going to be the salt of the earth. So കർത്താവിനെ കാണുന്ന മാതിരിയാണ് പിന്നെ സ്നാനപ്പെട്ട ഒരാളിനെ കാണേണ്ടത്. I pray blessing upon you guys. Thank you. God bless you. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ വ്യക്തമായി തന്നെ പാസ്റ്റർ ബാബു വാഴയിൽ നമ്മളെ സ്നാനത്തെ പറ്റി സംസാരിക്കുവാനിടയായി തീർന്നു. എന്താണ് സ്നാനം? ആർക്കാണ് സ്നാനത്തിന്റെ ആവശ്യം? സ്നാനത്തിലൂടെ എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? സ്നാനപ്പെട്ട ഒരാൾക്ക് വരേണ്ടിയ വ്യത്യാസം എന്താണ് എന്നുള്ളതിനെ എല്ലാം സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും തന്നെ അതിനെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുവാൻ സാധിച്ചു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചുള്ള ബൈബിളിലെ സംശയങ്ങളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കാം. ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം thirstfortruthministries@gmail.com. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നാം കാണുന്ന സമയം വരെയും പ്രാർത്ഥനയുടെയും പ്രതീക്ഷയും കൂടെ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ്. ലൂസിഫറിൻ്റെ സകലത്തെയും നശിപ്പിച്ചിട്ട് ക്രൈസ്റ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വാസ്തവത്തിൽ വീണ്ടും ജന്മം എന്ന് പറയുന്നത്. വീണ്ടും ജന്മം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പല്ല. ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടായിരിക്കും. അകത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടെങ്കിലും ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റും വരുമ്പോൾ നമ്മൾ ഒന്ന് കടിഞ്ഞാണൊന്ന് അയച്ചു കൊടുത്താൽ അതിൻ്റെ ആ പഴുതിൽ കൂടെ സാത്താൻ നമ്മുടെ ഉള്ളിൽ കടക്കും. നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെ ലൈഫ് ലോങ് വാർ നമുക്ക് മരണം വരെ അന്ധകാര ശക്തികളോട് നമുക്കൊരു യുദ്ധം. എല്ലാവരും ഒരു കാര്യം ഓർക്കണം, കൃപ സൗജന്യമായിട്ട് ദൈവം നമുക്ക് തന്നതാണെങ്കിലും ആ കൃപയ്ക്ക് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ഒന്നുകിൽ മരണം വരെ അല്ലെ കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്.